യെസ്, അങ്ങനെ ഞാൻ പോവാണ്. എന്നെ കൊണ്ടാക്കാൻ അച്ഛൻ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. സോ ഈ ഒരു വീഡിയോ ഇസ് ഗോണ ബി വാട്ട് ഐ ഏറ്റ് ഡ്യൂറിങ് മൈ 36 hour ട്രെയിൻ ജേർണി. നമുക്ക് ടിപ്പിക്കൽ മലയാളി മൈൻഡ് ആയതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് ഒന്നും കഴിക്കരുതെന്നുണ്ടായിരുന്നു. സോ അമ്മ എല്ലാം പാക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇത് പുലർച്ചെ 5:40 ട്രെയിൻ ആയിരുന്നു. സോ കഴിക്കാണ്ടാണ് കേറിയത്. അത്യാവശ്യം നല്ല ഉറക്കം ഉറങ്ങിയതിന് ശേഷം ഒരു 9 മണിയെല്ലാം ആയപ്പോ എണീറ്റ്. വിശന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഇഡ്ലിയും ചമ്മന്തിയും സാമ്പാറും ഉണ്ടായിരുന്നു. ഞാൻ സാമ്പാർ എടുത്തില്ല, അതിന്റെ കൂടെ ബൂസ്റ്റ്. അരെ വാ, പിന്നെ വെറുതെ ഇരിക്കാണല്ലോ, എന്തായാലും വിശക്കൂലേ. അപ്പൊ ഒരു 11:45 ആയപ്പോ ഒരു ക്രോസോൺ കഴിച്ച്, അതിന്റെ കൂടെ കാണാൻ ഒരു മലയാള സിനിമയും. എനിക്കല്ലേലും ഒറ്റക്ക് ഉച്ചക്കെല്ലാം ലഞ്ച് കഴിക്കുമ്പോൾ പഴയ മലയാള സിനിമ സൈഡിൽ ഉണ്ടാവണം. ഇത് ലഞ്ചാണെന്നല്ല കേട്ടോ പറഞ്ഞേ. പിന്നെ ഒരു 1:45 ആയപ്പോഴത്തേക്ക് ചോറെടുത്ത്. നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ ചോറെല്ലാം തണുത്ത് കട്ടയായിട്ടുണ്ടായിരുന്നു. ബട്ട് ടേസ്റ്റിന് ഒരു കുറവും ഇല്ലായിരുന്നു. ചോറിന് സാമ്പാർ, ചമ്മന്തി ആൻഡ് ചിക്കൻ ഫ്രൈ ആയിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച അമ്മ ഇത് അച്ഛന് വെച്ച ചോറാണെന്നാ. അത്രയുള്ള മാതിരി തോന്നിപ്പോയി. ചോറ് കഴിക്കുമ്പോൾ കുമിട്ടേറ്റാണ് കേട്ടോ എത്തിയേ. എന്താ അല്ലേ, ഇടക്കിടക്ക് എന്തേലൊക്കെ കഴിക്കണത്രേ. ഈ ഒരു ട്രെയിൻ ജേർണി കഴിയുമ്പോഴത്തേക്ക് ഞാൻ പഴയ അലീഷ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഷുഗർ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റിയാ മതിയായിരുന്നു. ഒരു 6:30 ആയപ്പോഴത്തേക്ക് പിന്നെയും വയറ്റിൽ നിന്നൊരു മൂളലെല്ലാം. നേരത്തെ വെറുതെ കൊതി കൊണ്ടൊക്കെ ആട്ടോ കഴിച്ചോണ്ടിരുന്നെ. അപ്പോ 2 ഇഡ്ലി, സാമ്പാർ ആൻഡ് ചമ്മന്തി അകത്താക്കി. ഇത് കഴിച്ച് കിടന്നതിന് ശേഷം 9:30 ആയി എണീക്കാന്. അച്ഛനും ഉറങ്ങിപ്പോയി. വിശപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ രാത്രി എപ്പോഴേലും വിശക്കോ വിചാരിച്ച് ചപ്പാത്തിയും വറ്റിച്ച് തക്കാളിക്കറിയും കഴിച്ചു. എനിക്ക് സ്വതവേ തക്കാളിക്കറി ഇഷ്ടമല്ല, ബട്ട് ഇത് സൂപ്പർ ആയിരുന്നു. യെസ്, അങ്ങനെ ട്രെയിനിൽ 1 നൈറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് സൂറത്തൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ചപ്പാത്തി ആൻഡ് തക്കാളിക്കറി. ഇത് എന്തായാലും ഒരു 2 days ഇനി ഒന്നും ആവില്ല കേട്ടോ. തീരെ വെള്ളം ഒഴിക്കാണ്ട് ഉണ്ടാക്കിയതാ. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും കൊതി. ടൂട്ടി ഫ്രൂട്ടി എല്ലാം ഇട്ട കേക്ക് ഉണ്ടായിരുന്നു. അത് അങ്ങോട്ട് അകത്താക്കി. ഫുള്ളല്ല കേട്ടോ, കുറെയൊക്കെ. ലഞ്ച് കുറച്ച് എക്സൈറ്റിംഗ് ആണ് കേട്ടോ. ബിക്കോസ് ഞാനൊരു ചെറിയ എക്സ്പെരിമെന്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു. സോ അതൊരു ബ്രെഡിന്റെ മേലെ വെച്ച് മറ്റേ ബ്രെഡിൽ പൈനാപ്പിൾ ജാം സ്പ്രെഡ് ചെയ്തിട്ട് ഒരു സാൻഡ്വിച്ച് ആക്കി. പിന്നെ മധുരം മാത്രം പോരല്ലോ. സോ ഒരു സെറ്റ് സാൻഡ്വിച്ചിൽ ഞാൻ കുറച്ച് തക്കാളിക്കറി ആക്കി, വിച്ച് വാസ് റിയലി ഗുഡ്. ആൻഡ് ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് മീൽ ഈ ഒരു 36 hour ട്രെയിൻ ജേർണിയിലെ. ഇത് കഴിച്ചിട്ട് അങ്ങോട്ട് ഒരു ഉറക്കം അങ്ങോട്ട് പാസ്സാക്കി. എത്ര അറിയോ ഉറങ്ങിയേ. എന്നിട്ടും അങ്ങോട്ട് മതിയാവുന്നില്ല. കുറച്ച് പണി കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം തീർത്തപ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങാനുമായി. നമ്മൾ കോഴിക്കോട്ട് കോട്ടയാണ് കേട്ടോ ഈ ട്രെയിനിൽ പോണത്. ഇന്ന് കോട്ട സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീറ്റിട്ട് വേണം ജയ്പൂർക്ക് പോവാന്. അപ്പോ ഇനി ജയ്പൂരിന്ന് കാണാം അല്ലേ.